നമസ്കാരം. രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സമാധാനപരമായ പ്രതിഷേധങ്ങൾക്കും ലഭിക്കുന്ന നിയമപരമായ സംരക്ഷണം നഷ്ടപ്പെടുകയാണോ എന്ന ഗുരുതര ആശങ്ക പ്രകടിപ്പിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ. അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് ആഴ്ചകളോളം ജയിലിലടയ്ക്കുന്നതും കുറ്റകരമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും ദീർഘകാല ജാമ്യം നിഷേധിക്കുന്നതും ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഭോപ്പാലിലെ നാഷണൽ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച 5ാമത് ജസ്റ്റിസ് GP സിംഗ് മെമ്മോറിയൽ പ്രഭാഷണം നടത്തവെയായിരുന്നു ജസ്റ്റിസ് ഭുയാന്റെ രൂക്ഷമായ വിമർശനം. ഗംഗാ നദിയിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്കിടെ ചിക്കൻ ബിരിയാണി കഴിച്ചുവെന്നാരോപിച്ച് ചില യുവാക്കളെ അറസ്റ്റ് ചെയ്ത് 3 മാസത്തോളം ജാമ്യം നിഷേധിച്ച സംഭവം ചൂണ്ടിക്കാട്ടിയായിരുന്നു ജസ്റ്റിസ് ഭുയാന്റെ പ്രധാന വിമർശനം. ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് കുറ്റകൃത്യമാണെന്ന് കരുതാനാവില്ല. ഗംഗാ നദിയിൽ വെച്ച് ചിക്കൻ കഴിക്കുന്നത് നിരോധിക്കുന്ന നിയമമൊന്നും നിലവിലില്ല. എന്നിട്ടും ഇവർക്ക് മാസങ്ങളോളം ജാമ്യം നിഷേധിച്ചത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ജാമ്യം നൽകുമ്പോൾ ഓൺലൈനായോ നേരിട്ടോ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കരുത്, പ്രസംഗിക്കരുത് തുടങ്ങിയ വിചിത്രമായ ഉപാധികൾ വയ്ക്കുന്നത് പൗരന്മാരുടെ ജനാധിപത്യപരമായ അവകാശങ്ങളെ പൂർണ്ണമായും തടയുന്നതാണ്. മുൻ ജഡ്ജിമാർ വിരമിച്ച ഉടൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അധികാര വിഭജന തത്വത്തിന്റെ ലംഘനമാണ്. ഗാസ വിഷയത്തിൽ സമാധാനപരമായ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച ബോംബെ ഹൈക്കോടതി നിലപാടിനെയും ഇദ്ദേഹം വിമർശിച്ചു. ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ച ഫലസ്തീനിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാൻ പൗരന്മാർക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭോപ്പാലിൽ നാഷണൽ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച 5ാമത് ജസ്റ്റിസ് GP സിംഗ് മെമ്മോറിയൽ ലെക്ചറിന്റെ ഭാഗമായി സംസാരിക്കവെയാണ് ജസ്റ്റിസ് ഉജ്വൽ ഭുയാന്റെ പരാമർശം. ജനാധിപത്യത്തിന്റെ ആത്മാവ് സംവാദവും വിയോജിപ്പുമാണെന്നും സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം ഓരോ പൗരന്റെയും അടിസ്ഥാന അവകാശമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എന്നാൽ സാധാരണ ജനാധിപത്യ പ്രവർത്തനങ്ങൾ പോലും ഇന്ന് പലപ്പോഴും കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. അവകാശങ്ങൾക്കായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും 30 മുതൽ 40 ദിവസം വരെ ജാമ്യം പോലും നൽകാതിരിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് തുടരുന്ന ബുൾഡോസർ രാജിനെയും വിവിധ വിധികൾ ഉദ്ധരിച്ച് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം ഓരോ പൗരന്റെയും അടിസ്ഥാന അവകാശമാണെന്നും ജാമ്യം അനുവദിക്കുന്നതിലും വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നതിലും കോടതികൾ കൂടുതൽ ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ ഓർമ്മിപ്പിച്ചു. രാജ്യത്ത് വിയോജിക്കാനും പ്രതികരിക്കാനുമുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്ന നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഭരണഘടനയുടെ കാവലാളായ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഇത്രയും ശക്തമായ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. സമാധാനപരമായ പ്രതിഷേധങ്ങളെപ്പോലും കുറ്റകൃത്യമായി കണ്ട് പൗരന്മാരെ വേട്ടയാടുന്ന ഭരണകൂട രീതികൾക്കും വിചിത്രമായ ജാമ്യ വ്യവസ്ഥകൾ ചുമത്തി സ്വാതന്ത്ര്യം തടയുന്ന അധീശത്വ മനസ്ഥിതിക്കും നൽകിയ കനത്ത തിരിച്ചടിയാണ് ജസ്റ്റിസ് ഉജ്വൽ ഭുയാന്റെ ഈ തുറന്നു പറച്ചിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.